ശ്രീനാരായണ കോളേജ് ഫിസിക്സ് അലുമിനി അസോസിയേഷന്റെ ഭാഗമായി 19ാമത് വാർഷിക സമ്മേളനം 2024 ഡിസംബർ 29-ന് ശ്രീനാരായണ കോളേജ് കണ്ണൂർ സെമിനാർ ഹാളിൽ വെച്ച് നടത്തുന്നു. അപ്പോൾ ഈ അലൂമിനി അസോസിയേഷനെ പറ്റി വളരെ ചുരുക്കത്തിൽ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ തരാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ SNCPA രൂപീകൃതമായത് 2005-ലാണ്. അന്നത്തെ ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിരുന്ന പ്രൊഫസർ B. ദീപക് സാറാണ് ഈ ഒരു അലൂമിനി അസോസിയേഷൻ രൂപീകരിച്ചത്. അതേ തുടർന്ന് 1964 മുതൽ തൊട്ട് മുമ്പത്തെ വർഷം 2023-ൽ കോളേജിൽ നിന്നും പാസ് ഔട്ടായിട്ടുള്ള എല്ലാവരും ഈ ഒരു അലൂമിനി അസോസിയേഷൻ്റെ അംഗങ്ങളാണ്. അപ്പോൾ ഈ ഒരു അലൂമിനി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളെ എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അത് ബൗദ്ധികമായിട്ടാണെങ്കിലും അവരുടെ കോളേജിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യങ്ങളാണെങ്കിലും അതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ട സാമ്പത്തിക സഹായങ്ങൾ നൽകിക്കൊണ്ട് വളരെ ഊർജിതമായി ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളെ പിന്താങ്ങുന്ന ഒരു അലൂമിനി അസോസിയേഷനാണ് ഇത്. അപ്പോൾ ഈ അലൂമിനി അസോസിയേഷൻ്റെ പ്രധാനപ്പെട്ട ചില പ്രവർത്തനങ്ങളൊന്ന് എടുത്തു പറയുന്നു. ഇതിൽ ചില വർഷങ്ങൾ, അതായത് 1977 ബാച്ച്, 1981 ബാച്ച്, 82 ബാച്ച്, 83 ബാച്ച്, ഇങ്ങനെ ഈ 3-4 ബാച്ചുകളുടെ പ്രവർത്തനങ്ങളാണ് ഏറ്റവും എടുത്തു പറയേണ്ടുന്നത്. അതിൽ 1977 ബാച്ച് ഫിസിയ 77 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഫിസിയ 77 ബാച്ചിൻ്റെ നേതൃത്വത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ബിരുദാനന്തര ബിരുദത്തിലും കണ്ണൂർ യൂണിവേഴ്സിറ്റി തലത്തിൽ റാങ്ക് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഫിസിയ 77 ക്യാഷ് പ്രൈസുകൾ സെപ്പറേറ്റ് ആയിട്ട് കോളേജ് ലെവലിൽ നൽകുന്നുണ്ട്. അതിൻ്റെ എമൗണ്ട് ഇപ്രകാരത്തിലാണ്. ഫോർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസ്, യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് 25,000 രൂപയും, സെക്കൻഡ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് 15,000 രൂപയും, തേർഡ് റാങ്ക് നേടുന്ന വിദ്യാർത്ഥിക്ക് 10,000 രൂപയുമാണ് കൊടുക്കുന്നത്. അതേപോലെ PG ലെവലിൽ, പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ യൂണിവേഴ്സിറ്റി ഫസ്റ്റ് റാങ്കിന് 50,000 രൂപയും, സെക്കൻഡ് റാങ്കിന് 30,000 രൂപയും, തേർഡ് റാങ്കിന് 20,000 രൂപയുമാണ് സ്കോളർഷിപ്പായിട്ട് നൽകുന്നത്. ഇതുകൂടാതെ എല്ലാ വർഷങ്ങളും കഴിഞ്ഞ 20 വർഷങ്ങളോളമായിട്ട് എല്ലാ ആനുവൽ മീറ്റിലും ഡിഗ്രിയിൽ നിന്ന് 12 ബിരുദ വിദ്യാർത്ഥികളെയും PGയിൽ നിന്ന് 4 ബിരുദ വിദ്യാർത്ഥികളെയും ഡിപ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്ത് അവർക്ക് 80,000 രൂപയോളം വരുന്ന ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫിസിയ 77 ബാച്ച് നൽകി വരുന്നുണ്ട്. ഇതുകൂടാതെ ഫിസിയ 77 എവോൺ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് എന്നുള്ളൊരു ട്രസ്റ്റ് 1977 ബാച്ചിലെ ഫിസിക്സ് വിദ്യാർത്ഥിയായിരുന്ന ഡോക്ടർ ശ്രീ ഗിരീശൻ AN അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ട്രസ്റ്റ് കോളേജിന് വിലമതിക്കാനാവാത്ത സംഭാവനകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഏകദേശം 10 ലക്ഷം രൂപയോളം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ റിനോവേഷൻ വർക്കിനായിട്ടൊക്കെ ചിലവഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിലിപ്പം ലാബ് റിനോവേഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഏറ്റവും ആധുനികമായ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ളൊരു സ്മാർട്ട് ക്ലാസ് റൂം, ഏകദേശം 2 ലക്ഷം രൂപ വില വരുന്ന എക്യുപ്മെൻറ്റ്സോട് കൂടിയുള്ള ഡിജിറ്റൽ ക്ലാസ് റൂം ഈ വർഷം കോളേജിലേക്ക് സജ്ജീകരിക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റാണത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ 1981 ബാച്ചിൻ്റെ സംഭാവനകളും എടുത്തു പറയേണ്ടതാണ്. കോളേജിലെ വിവിധ ആവശ്യങ്ങൾക്കനുസരിച്ച് ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള പുസ്തകങ്ങൾ, വാട്ടർ കൂളർ, പ്രിൻ്റർ, പെഡസ്ട്രിയൽ ഫാൻ തുടങ്ങിയ സൗകര്യങ്ങളും, പിന്നെ ഞങ്ങളുടെ കോളേജിൽ നിന്ന് മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിക്കൊണ്ട് ഗ്രീസിലെ ക്രെറ്റെ യൂണിവേഴ്സിറ്റിയിൽ PhD എടുക്കാൻ വേണ്ടി സെലക്ഷൻ കിട്ടിയ അനുശ്രീ N എന്ന വിദ്യാർത്ഥിനിയുടെ യാത്രാ ചെലവുകളിലേക്കും മറ്റുള്ള പഠന സൗകര്യങ്ങളിലേക്കുമായിട്ട് ഈ അലൂമിനി SNCPA അലൂമിനി ആകെ ഒരു 1,37,500 രൂപയോളം സമാഹരിച്ച് നൽകുകയുണ്ടായി. അതിൽ 85,000 രൂപ വില മതിക്കുന്ന ഒരു ലാപ്ടോപ്പും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് പുറമെ കൂടാതെയാണ് ഈ ലാപ്ടോപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനും എല്ലാത്തിനുമായിട്ട് ഈ ബാച്ചസിൻ്റെ സഹായമാണ് ഡിപ്പാർട്ട്മെൻറ്റ് എപ്പോഴും ഉള്ളത്. അതുകൂടാതെ ഇത്തവണ ഒരു ലാൻഡ്മാർക്ക് അച്ചീവ്മെൻ്റ് എന്നുള്ള രീതിയിൽ കോളേജിലെ ഡിജിറ്റൽ ലൈബ്രറി ഞങ്ങളൊന്ന് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് 1976 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിയായ ഡോക്ടർ CP പത്മനാഭൻ സർ അദ്ദേഹം 5,17,000 രൂപയാണ്
8 ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടറുകൾക്കും ഒരു മോഡേൺ ഗ്രാഫിക്സ് സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കമ്പ്യൂട്ടറിനും ഒക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുള്ളത്. ഈ ഒരു ഡിജിറ്റൽ ലൈബ്രറിയുടെ ഉദ്ഘാടനം കൂടെ ഞങ്ങളുടെ വാർഷിക സമ്മേളനത്തിൽ 29-ാം തീയതി നടത്താൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ 1982 ആൻഡ് 83 ബാച്ചസ് കോളേജിലെ വിവിധ തരം കലാ സാംസ്കാരിക പ്രോഗ്രാംസ് പരിപാടികൾ എല്ലാ വർഷവും ആസൂത്രണം ചെയ്ത് നടത്താറുമുണ്ട്. അലൂമിനി അസോസിയേഷൻ്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ ഡോക്ടർ CP സതീഷ് സാറാണ് ചെയ്യുന്നത്. ഷെഡ്യൂൾ കണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. അതിൻ്റെ സ്പിക്മക്കയുടെ ഫുൾ എന്ന് പറഞ്ഞൊരു സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ബംഗാളി ഫോക്ക് ഡാൻസേഴ്സിന് 20,000 രൂപ ചെലവ് വരുന്ന പരിപാടികളാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് 1964 പാസ്സായവർ മുതലുണ്ട്.